നാളെ തിരുവോണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഹോസ്റ്റലിൽ പോയി വെച്ചിട്ട് അവിടെ ഞാൻ കുറച്ച് ബോഗൺവില്ല വെറൈറ്റി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പൂ പറിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഹോസ്റ്റലിലെ ആൾക്കാർ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവരും പൂ പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഒരു കോംപ്രമൈസ് രീതിയിൽ ഞങ്ങൾ ഈക്വലായിട്ട് തന്നെ പൂവെല്ലാം പറിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കര വലിയ ഫ്ലവറൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മുരിങ്ങയുടെ ഇലയൊക്കെ വെച്ചിട്ട് ഗ്രീനിഷൊക്കെ ഇടയ്ക്ക് വരുത്താമെന്ന് വിചാരിച്ചിട്ട് ഇലയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിയമോളും ഹന്നമോളും കവറെല്ലാമായിട്ട് പൂവെല്ലാം പറിക്കാം. ചില പൂക്കളെല്ലാം വലിയ മരത്തിൻ്റെ മേലെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യത്തിനുള്ളതെല്ലാം ഇപ്പം കാണുന്ന ബോഗൺവില്ലയിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം ഓൾമോസ്റ്റ് ഞങ്ങളും അവരും കൂടിയായിട്ട് പറിച്ചെല്ലാം തീർത്തു. ഇത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവരെല്ലാം വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഇന്നലെ പറിച്ചു വെച്ചിരുന്ന പൂക്കളെല്ലാം കൂടിയിട്ടിട്ട് എല്ലാവരും എങ്ങനെ ഒരു അത്തപ്പൂ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പോവാട്ടോ. അങ്ങനെ വട്ടമെല്ലാം വരച്ച് ലീന ചേച്ചി തന്നെയായിരുന്നു ഒരു ഡിസൈനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് വന്നത്. അങ്ങനെ ഒരു ഏകദേശം രീതിയിൽ അത്തപ്പൂക്കളം ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ വെറൈറ്റി സൗദി അറേബ്യയിൽ അങ്ങനെ വലിയ ഫ്ലവേഴ്സ് ഒന്നും കിട്ടാനില്ല. ചിലപ്പോൾ വേറെ സ്ഥലത്ത് കിട്ടുമായിരിക്കും. ഇവിടെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. സോ അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ പൂക്കളെല്ലാം വെച്ചിട്ട് ഒരു മിനുക്ക് പണിയെല്ലാം ചെയ്ത് വെച്ചിട്ട് ഒരു അത്തപ്പൂക്കളം റെഡിയാക്കുവാണ്. നിയമോളും ഹന്നമോളും കുറേ നേരമായിട്ട് ഇവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. സോ അതുപോലെ തന്നെ അവരെല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ ആണ് അത്തപ്പൂക്കളം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഓറഞ്ച് കളറിൽ ഏത് പൂവെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. അതെല്ലാം ഒരു തട്ടിക്കൂട്ടൽ വിദഗ്ധത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ പൂവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷാകാറായി. ഇനി ഫൈനൽ ടച്ചിങ്ങിൽ ഹന്നമോള് തന്നെ ഒരു ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലീന ചേച്ചി തന്നെ ഗൈഡ് ചെയ്യുക എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ആക്ച്വലി ഈ ഓണത്തിന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. അത് പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഫുഡ് ഉണ്ടാക്കണ്ട, പകരം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്നായിരുന്നു. സോ ഫുഡ് ഓർഡർ ചെയ്തത് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ ഫുഡിന് വേണ്ടിയിട്ടും കൂടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇതിപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കേണ്ട ടൈമെല്ലാം കഴിഞ്ഞു. പിന്നെ ആക്ച്വലി ഇവർ ഫുഡ് മേടിച്ച് വെച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാമെന്നായിരുന്നു പ്ലാൻ. ബട്ട് ഫുഡ് വരാത്തതുകൊണ്ട് അവരങ്ങ് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ സെറ്റ് സാരിയെല്ലാം ആക്കി വെച്ചിട്ട് ചെറിയൊരു പ്രാക്ടീസിങ്ങിലാണ്. എങ്ങനെ തിരുവാതിര ഇല്ലാണ്ട് എന്തൊരു ഓണാഘോഷം അല്ലേ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ കേട്ടോ. റീലെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ചെറുത്. പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഫുഡിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹന്നക്കുട്ടനെ ചെറുതായിട്ട് ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞു. സോ അവളുടെ ആ കോൺഫിഡൻറ്റ് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു. അവൾ എല്ലാവർക്കും മുമ്പിൽ നിന്ന് നമ്മുടെ യൂട്യൂബിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസിന് സ്റ്റെപ്പ് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കൂടെ ഞങ്ങളും ആസ്വദിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ നിയക്കുട്ടൻ ജോയിൻ ചെയ്യണമായിരുന്നു. പിന്നെ അവർ പറഞ്ഞു നിയ തന്നെയാണ് ചെയ്യുന്നത്, ഹന്നമോള് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നിയമോള് കൂടിയില്ല കേട്ടോ. ഞാൻ ചോദിച്ചു നീ നിൻ്റെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോയെന്ന്. പക്ഷേ അന്നത്തെ ദിവസം കുറച്ച് ഡിമ്മായിരുന്നു. ഫുഡ് ലേറ്റ് ആയതുകൊണ്ടും വിശപ്പിൻ്റെ എല്ലാം ആയിരിക്കണം, അവൾ കുറച്ച് ഡിമ്മായി. സോ ഞാൻ അവളെ കൂടുതൽ കമ്പൽ ചെയ്തില്ല. ബട്ട് ഹന്നമോള് അങ്ങനെ മടിയൊന്നുമില്ല. അവളങ്ങ് ആക്റ്റീവായിട്ട് എല്ലാവരുടെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിവർ സ്ക്രീനിൽ TV കാണുന്ന പാട്ട് ഏതാണെന്നൊക്കെ ഇവരിങ്ങനെ നോക്കുവാണ്. ഹന്ന കളിച്ച സോങ് ഞാനിതിപ്പം 2ാമത്തെ വട്ടം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മ്യൂട്ട് ചെയ്തു. കാരണം കോപ്പിറൈറ്റ് വന്നു. ചില പാട്ടുകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഹന്നമോള് കളിച്ചത് ഏത് സോങ് ആയിരുന്നു? അപ്പോൾ അതായിരുന്നു കേട്ടോ. പക്ഷെ ആ മ്യൂസിക്കിനോടൊപ്പം ഈ ഡാൻസ് കാണാൻ വേണ്ടി വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാം, അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഓളത്തിൽ അങ്ങ് പോയേനെ.
സോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ വോയിസ് ഓവർ കൊടുത്തതുകൊണ്ടും സമയത്തിൻ്റെ പരിമിതിയും കാരണം സോ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഹനയ്ക്ക് എന്ത് തോന്നുന്നു? ഹനമോളുടെ ഡാൻസ് കണ്ടു വെച്ചിട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നു. Except for my hair is just falling out. ഈ ഡ്രസ്സ് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്? തലയിൽ പൂ വെച്ചതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു കോമഡിയാണ് അല്ലേ. പിന്നെ സദ്യയിലേക്ക് എല്ലാവരും കയറി. ആക്ച്വലി ഒറിജിനൽ വാഴയില തന്നെ ഹോട്ടലുകാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായി. പക്ഷെ അവർ ജിദ്ദേന്നാട്ടോ ഈ ഫുഡ് വന്നത്. അപ്പോൾ കറിയെല്ലാം ഒരു കവറിൽ കെട്ടിയിട്ട് ഒരാൾക്കുള്ളത് സെപ്പറേറ്റ് അങ്ങനെയായിരുന്നു. പക്ഷെ അത് അത്രയും ദൂരം നിന്ന് വന്നതുകൊണ്ടായിരിക്കാം കുറച്ച് മെസ്സപ്പായിട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല, എല്ലാം ശരിയാവും വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് റൊമാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പിന്നെ വീണ്ടും ഇതിന് മുമ്പുള്ളതാട്ടോ. ഞാൻ ആക്ച്വലി ഫുഡെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് നമ്മളൊന്ന് ചുമ്മാ ആ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ ഫ്ലവറെല്ലാം മിക്സ് ചെയ്യാത്തപ്പോൾ എല്ലാം വേറെ സ്ഥലത്തെടുത്ത് വെച്ചു. പിന്നെ വീണ്ടും ഒന്ന് ചുമ്മാ എല്ലാവരും കൂടിയിട്ടൊന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് സ്റ്റാർട്ടാക്കിയതാണ്. പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി. ഫുഡ് ഭയങ്കര ബാഡായിരുന്നു. 32 റിയാൽ വെച്ചിട്ടായിരുന്നു പെർ ഹെഡ് ഫുഡ് ഓർഡർ ചെയ്തത്. പക്ഷേ വിചാരിച്ചത്ര കറികൾക്കൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അങ്ങനെ അത്ര വലിയ കറികൾ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അടപ്രഥമനും സെമി പായസം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു ഇതായിട്ട് വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. പഴമായിരുന്നെങ്കിൽ സഹിതം ഒരു ഭയങ്കര അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയും ചെയ്തായിരുന്നു, ഹോട്ടൽ അറിയായിരുന്നെങ്കിൽ പോയി കംപ്ലൈൻ്റ് എങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഹോട്ടൽ അറിയില്ല. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ജി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഞങ്ങളത് ഇവിടെ വെച്ച് തന്നെ ആഘോഷിച്ചു. കേക്ക് മുറിയും ഇതെല്ലാം ഒരു സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ. കേക്ക് ഓർഡർ ചെയ്തതും കട്ടിങ് ഒന്നും ജി ചേച്ചിക്ക് അറിയത്തില്ലായില്ല. സോ അതൊരു സർപ്രൈസായിട്ട് തോന്നി. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവസാനം കുറച്ച് നേരം സംസാരിച്ചെല്ലാം ഇരുന്ന് കേക്കെല്ലാം കഴിച്ച് എല്ലാവരും കഴിഞ്ഞോ? വീഡിയോ ആണേ. എല്ലായിടത്ത് പുറത്തിടല്ലേ. നികിതയുടെ മുടി. ഓക്കെ.